ഇതിനെതിരെ ഇടതു പാർട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയും കേരളത്തിൽ അത് CJP ആണെന്ന് പറയുകയും ചെയ്യുന്നതിലൊരു പൊരുത്തക്കേടില്ലേ? ഇല്ല, അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ തിരുവനന്തപുരത്തെ പ്രസംഗം അത് വല്ലാതെ അവർക്ക് കൊണ്ടു എന്നതാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. BJPയും CPMുമായി എത്രയോ കാലമായി നടത്തുന്ന അവരുടെ അന്തർധാര, ആ അന്തർധാരയെ രാഹുൽ ഗാന്ധി പരാമർശിച്ചു എന്നുള്ളത്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ CPMനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി ഗവൺമെൻറ് ജനദ്രോഹ നടപടികൾക്കെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്ന UDF ആണ്. ആ UDFൻ്റെ പുതുയുഗ യാത്രയുടെ സമാപനത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതൊരു പൊളിറ്റിക്കൽ സമ്മേളനമാണ്. ആ സമ്മേളനത്തിലാണ് എത്രയോ കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്ന BJPയും CPM തമ്മിലുള്ള അന്തർധാര, നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ED ഇതുവരെയും പിണറായി വിജയനെയോ CPM നേതാക്കളെ ചോദ്യം ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ ആ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയതാണ്. അത് പാർലമെൻറ്റിൻ്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നിടത്ത് ഉന്നയിക്കാൻ അവർ മുതിർന്നത് തന്നെ യഥാർത്ഥത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. കാരണം സോണിയാഗാന്ധിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് CPMൻ്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ വലിച്ചഴയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട CPMൻ്റെ സൈബർ ടീമുകൾ സോണിയാഗാന്ധിയെ ഏതെല്ലാം തരത്തിലാണ് മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ എവിടെയെല്ലാം അവർ വിമർശിക്കുന്നു, ഏതെല്ലാം തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ആ പ്രസംഗത്തെ ചർച്ചയാക്കാൻ അവർ ശ്രമിച്ചത് അനുചിതമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരാമർശങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പുതിയതായിട്ട് വന്നതല്ല. VD സതീശൻ തന്നെ പലതവണ പറഞ്ഞതാണ് കോൺഗ്രസ് BJP. പക്ഷെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ടും ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം നൽകുന്ന ആൾ അത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈബർ ഇവരുടെ മറുപടിയാണോ രാഹുൽ ഗാന്ധി? കേരളത്തിൽ പ്രതിപക്ഷ ഐക്യം ഇല്ലല്ലോ. അല്ല, ഈ സൈബർക്കാർ സോണിയാഗാന്ധിക്കെതിരെ പറഞ്ഞതിനുള്ള മറുപടിയാണോ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, കേരളത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ ആണല്ലോ ഇവരെ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ വന്ന് രാഹുൽ ഗാന്ധി പിള്ള ഒരു നേതാവ് അങ്ങനെ പ്രസംഗിച്ചതിനെ സംബന്ധിച്ചാണല്ലോ അവർ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പറയാൻ, ഞങ്ങളുടെ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി അടക്കം സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും ആക്ഷേപിച്ച, ആരോപണങ്ങൾ ഉന്നയിച്ച, അതുപോലെ തന്നെ അവരുടെ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ, അവരുടെ മറ്റു മാധ്യമങ്ങളിലൊക്കെ ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്.